സാർ ഇനി എവിടെയെങ്കിലും ഒപ്പിടാനുണ്ടോ? തനിക്ക് ഒപ്പിട്ട് കളിക്കാനേ ഇത് പഴയ മലയാളം നോട്ട്ബുക്കിന്റെ ബാക്ക് പേജ് അല്ല. ചോദിച്ചെന്നല്ലേ ഉള്ളൂ. എന്നാൽ എന്ത് ഡൈവോഴ്സ്? 2 ദിവസം കൂടെ താമസിക്കുമ്പോഴേക്കും ഡൈവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാന്നൊക്കെ പറയുന്നത് അത് കുറച്ച് കൂടുതലല്ലേ? ഈ ആ സമയം കൊണ്ട് എങ്ങനെ ഒരാളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക? അത് സാറേ, ഒരു വണ്ടി നല്ലതാണെന്ന് നോക്കാൻ 1 കൊല്ലം ഓടിക്കണോ? ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചാൽ പോരെ? എക്സ്ക്യൂസ് മീ, ഞാൻ തന്ന പെറ്റീഷനിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്ത്? ഇയാൾ ഒരു സൈക്കോ ആണ്. സൈക്കോ? അതെ സർ, ഇയാളുടെ ബോഡി ഗാർഡിനെ ഒന്ന് നോക്കിക്കേ. ഇതെന്തുട്ടത്? അടക്കാക്കിളിയോ? സ്പെഷ്യൽ ബ്രീഡ് എങ്ങനെയുണ്ട്? ലോകത്ത് ആരെങ്കിലും ഇങ്ങനെ ഒരാളെ ബോഡി ഗാർഡായിട്ട് വെക്കോ? അതാണ് ബ്രിട്ടോ. എല്ലാം പോട്ടെന്ന് വെക്കാം, പക്ഷെ ഇയാളുടെ ഒടുക്കത്തെ സംശയരോഗമാണ് സഹിക്കാൻ പറ്റാത്തത്. എങ്ങനെ സംശയിക്കാതിരിക്കുമ്പോ? കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി തന്നെ ഒരു പരിചയമില്ലാത്ത എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയ്ക്കാൻ നോക്കിയോളാണ് ഇവൾ. ആന്നേ. അപ്പൊ കുറച്ച് പരിചയമുള്ള ഒരാളെ കണ്ട ഇവൾ എന്തൊക്കെ ചെയ്യായിരിക്കും? എന്തൊക്കെ ചെയ്യും? സാറ് പറ. 2 ദിവസം ഈ മുതലപ്പ് എങ്ങനെ കഴിച്ചു കൂട്ടി? ഇപ്പൊ സാറിന്റെ കാര്യം മനസ്സിലായില്ലേ? അപ്പോഴത്തേക്ക് അവള് വക്കീലിനെ വിളിച്ച് കുട്ടി ഭാഗ്യവതിയാ, നല്ല ഭാഗ്യമുള്ള കുട്ടിയാ. ഒഴിഞ്ഞു പോയല്ലോ. ആയുഷ്മാൻ ഭവ. ഈ സോഫ്റ്റ്വെയർ ഇന്ത്യയിൽ ആരും ഉണ്ടാക്കിയിട്ടില്ല. 1 സെക്കൻഡ്. അങ്കിളെ. ഹലോ. ഞാൻ ജോലിക്ക് കയറി അറിഞ്ഞില്ല അങ്കിള്. ഭയങ്കര ശമ്പളം. അറിഞ്ഞ് ഞാനിപ്പോ അത് പറയാൻ വിളിച്ചല്ല, വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിളിച്ച. എന്താ അങ്കിള്? എടാ, ഞങ്ങൾ ഇയോനെ കൊണ്ട് ഒരു കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. അയ്യോ, കല്യാണോ? അവനെ കൊണ്ടാ? ഒരു ജോലിയും കൂലില്ലാത്ത അവനെ ആര് പെണ്ണു കൊടുക്കാൻ അങ്കിളെ? ഒരു ബുദ്ധിയും ബോധവും ഇല്ലാത്ത നിനക്കൊരു ജോലി കിട്ടിയില്ലേ? അത്രയൊന്നും ബുദ്ധിമുട്ടില്ല അവനൊരു പെണ്ണ് കിട്ടാൻ. പിന്നെ നീ വേണം അവനെ ഈ കല്യാണത്തിനൊന്ന് സമ്മതിപ്പിക്കാൻ. ഞാനോ? അവന് കിട്ടാനത്തിന് എന്റെ സമ്മതം? അങ്കിളെ, ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ബന്ധമൊന്നുമില്ലട്ടാ. അങ്കിള് തെറ്റിദ്ധരിച്ചായിരിക്കുള്ളൂ. എടാ, അതൊന്നും അല്ലടാ പൊട്ടാ. പിന്നെ ഒരു പെണ്ണിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. നീ ഇങ്ങോട്ട് വാ, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. നീ അവനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് സമ്മതിപ്പിക്കണം. അത്രയുള്ള കാര്യം. അത് ഞാൻ ഏറ്റങ്ങളെ. താങ്ക് യുടാ. ഓക്കെ. ഞാൻ ഇത്തിരി തിരക്കില്ല. ഒരു ഫ്രോഡാ. ചെക്കൻ്റെ കല്യാണം കുളമക്കട. നീ എന്താ പതിവില്ലാതെ വണ്ടി ക്ലീൻ ആക്കണേ? നമ്മക്ക് പെണ്ണാണാ മോടെ. പെണ്ണ് കാണാനാ? ഞാനൊന്നുമില്ല. പിന്നെ കാര്യം നിന്റെ അപ്പനോടായിപ്പാണെങ്കിലും ആൾക്ക് കാഞ്ഞ ബുദ്ധിയാട്ടാ. കോടീശ്വരി സുന്ദരിയായിട്ടുള്ള യുവതി, വേറെ ബാധ്യതകളൊന്നുമില്ല. അല്ല, നീ കെട്ടിക്കഴിയുമ്പോ ബാധ്യത ആയിക്കോളൂ. എന്നാലും ഇത്ര നല്ല ബന്ധം നിനക്ക് എവിടെ നിന്ന് കിട്ടൂടാ? എന്ത് നല്ല ബന്ധം? എനിക്കെങ്ങും വേണ്ട ഡിവോഴ്സ് ആയ പെണ്ണിനെ. ഡിവോഴ്സിന് എന്താ കുഴപ്പം? നീ കുറച്ചുകൂടി പുരോഗമനപരമായിട്ട് ചിന്തിക്കും. അയ്യടാ, ഞാൻ നിന്റെ അത്ര പുരോഗമനവാദിയൊന്നുമല്ല. നിനക്ക് അത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ നീ തന്നെ കെട്ടിക്കോ. അല്ല, വേറെ പെണ്ണ് കിട്ടാത്ത അതിനിപ്പോ എന്താ കുഴപ്പം? എനിക്ക് അതിനുള്ള സ്റ്റാറ്റസ് ഒക്കെ ഇല്ലേ? ഇല്ലേ? ഉണ്ട്. നീ സീരിയസ് ആയിട്ടാണ്? പിന്നെ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റില്ല കേട്ടാ. ഇവിടെ ഒരു കോടീശ്വരനെ കെട്ടിട്ട് ഞാൻ ഇതിന് നാട്ടിലിറങ്ങി നടക്കുന്നു. ഞാൻ വല്ല BMW ബെൻസിലൊക്കെ കിടക്കൂലേ? ഞാനിപ്പോ ഒരു സെലിബ്രിറ്റി അല്ലേ? അതിന് സെലിബ്രിറ്റിക്ക് 2ാം ഘട്ടത്തിൽ വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഒന്നാമത് നിന്റെ ഈ അവിഞ്ഞ ലുക്ക്. അവളാണെങ്കിൽ ക്രിസ്ത്യാനി. എനിക്ക് തോന്നല്ല ഈ നടപടിയാവുന്നു. വെറുതെ നാണം കെടാൻ നിൽക്കണ്ട കേട്ടാ. നിനക്കൊടുക്കത്ത അസൂയാണല്ലോ. അങ്ങനെയൊന്നുമില്ല. ഏത് പെണ്ണിനും വീഴ്ത്താനുള്ള സാധനം എന്റെ അടുത്തുണ്ട്. എന്ത് സാധനം? അയ്യേ, നാക്കൊണ്ട് അവളെ ഡയലോഗ് അടിച്ച് ഞാൻ വീഴ്ത്തും. ഓ, അതായിരുന്നാ? എന്നിട്ട് എന്താണ് സാറിന്റെ പരിപാടി? നമ്മൾ പെണ്ണിടാൻ പോകുന്നു. നമ്മളാ? ഞാൻ എന്തിനാ വരുന്നത്? നീ എന്തായാലും വരണം. നീ ഉണ്ടെങ്കിലാണ് എന്റെ ഗ്ലാമർ ഒന്ന് എടുത്തു കാണിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ കല്യാണം കഴിഞ്ഞ എനിക്കുമാകാം കോടീശ്വരൻ. ഹലോ. എടാ, നീ ഇത് എവിടെ പോയി കിടക്ക? നിനക്കെന്താ പെണ്ണ് കാണാൻ പോണ്ടേ? എടാ, ഞാൻ അമ്മച്ചി പറഞ്ഞിട്ടേ പച്ചക്കറി മേടിക്കാൻ വേണ്ടി മാർക്കറ്റിൽ വന്നേക്കണേ. മാർക്കറ്റിലാ? നീ ബ്യൂട്ടി പാർലറിൽ പോയെന്നാണല്ലോ നിന്റെ അമ്മ പറഞ്ഞത്. ആ തള്ള അങ്ങനെ തന്നെ പറഞ്ഞു. ബ്യൂട്ടി പാർലറിലേക്കാ? ബ്യൂട്ടീഷ്യൻ ഞാൻ ചെയ്യാറില്ല.
ഇതുവരെ ചെയ്തിട്ടില്ല. കാരണം ഓ, കാരണന്മാർക്ക് അറിയാം. ജനിച്ചപ്പോ തന്നെ നല്ല ഭംഗിയുണ്ട്, കോലമുണ്ട്. പിന്നെന്തിനാ? നിന്ന് തള്ളാതെ വാടാ. ശരി. അവിടെ ആ ആദ്യമായി കണ്ടപ്പോ നെഞ്ചിനുള്ളിൽ കിച്ച് കിച്ച് എൻ മനം മന്ത്രിച്ചു എന്ന് തരും കിസ് കിസ് ഷുഗർ ഹണി ബേബി നെഞ്ചിനുള്ളിൽ കിച്ച് കിച്ച് എന്ന് തരും കിസ് കിസ്. ഹലോ, ആ നമ്പർ കൂടെടാ. എക്സ്ക്യൂസ് മീ, ആ എന്താ നമ്പർ ഒന്ന് മൊബൈലിൽ നോട്ട് ചെയ്യൂ. ആ ആ പറടാ. പറഞ്ഞു 9447 9447 292 292 യാ 074. 074 നോട്ട് ചെയ്തോ? ആ ഓക്കെ. അതെ, ഇപ്പൊ നോട്ട് ചെയ്ത എന്റെ നമ്പറാ. ഏ? സേവ് ചെയ്തിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ഒരു ഹായ് തരും. നോക്കട്ടെ. മോനെ കിസ് കിസ്. ഇറങ്ങടാ. ഇവിടെ നിന്ന് മിക്കവാറും ഇവനെ തല്ലി ഓടിക്കും. അപ്പോ നിന്റെ ഒപ്പം പേടായി അടിച്ചാന്നാ ഞാൻ വിചാരിച്ചത്. ഞാനും ഹൂ, ഇതൊരു പേടായി ബംഗ്ലാവല്ലടാ. ആ. ശ്ശേ, വരണ്ടായിരുന്നു. അതെന്താ ഇതൊക്കെ ഫോണിൽ കൂടി അങ്ങ് ഉറപ്പിച്ചപ്പോ ഡബിൾ ഓക്കെ അല്ലേ? അങ്ങനെ ഈ സെറ്റപ്പ് ഒക്കെ കണ്ടിട്ട് നിന്റെ മനസ്സൊന്നും മാറിയേക്കില്ലട്ടാ. പോടാ അവിടെ നിന്ന്. എന്റെ മനസ്സൊന്നും മറത്തില്ല. കോട്ടിട്ട് നന്നായി, റിച്ച് ലുക്ക് കിട്ടും. ഈ ടീഷർട്ട് ഇട്ടിട്ട് ഷർട്ട് തുറന്ന പഴയ ഫാഷനാണ് ഇല്ലടാ. കോട്ടൺ സൂട്ട് പുതിയ ഫാഷൻ ആണല്ലോ. കണ്ടിട്ട് സർവന്റാന്ന് തോന്നുന്നു. ഏയ് താല്പര്യമില്ലെന്ന് എന്താ പ്രശ്നം? അല്ല, അങ്ങനെ ആളെ ചേർത്ത് കിട്ടുന്ന കാശ് കൊണ്ട് ജീവിക്കേണ്ട അവസ്ഥ ഒന്നും ഞങ്ങൾക്കില്ല. ആളെ ചേർക്കണമെന്നോ? ചേട്ടൻ എന്താ ഉദ്ദേശിച്ചത്? ഞങ്ങളെ മനസ്സിലായില്ലേ? നിങ്ങള് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ആൾക്കാരല്ലേ? തെറ്റിദ്ധരിച്ച്. പെണ്ണ് കാണാൻ വന്നതാ. ഓ സോറി, നിങ്ങൾ ഇന്ന് വരുന്ന പ്രതീക്ഷയില്ല. വരൂ, അകത്തോട്ടിരിക്കാം. വരൂ. എടാ, ഞാനാ പയ്യെന്ന ഇയാളെ വിചാരിച്ചിരിക്കുന്നേ. അപ്പൊ അയാൾ വിചാരിച്ചിട്ടുണ്ടോ ഞാൻ നിന്റെ അനിയനാണ്? എങ്കിലും കുടിക്കണ്ടായിരുന്നല്ലേ? വരൂ ഇരിക്കൂ. ചെറിയ ആളാണല്ലോ. ഇവിടെ കോട്ടൊക്കെ ഇട്ട് ചില അലവലാദികൾ വലിഞ്ഞു കയറി വരാറുണ്ട്. ഞാൻ അവരിലാരെങ്കിലാണെന്ന് കരുതി. അല്ല, ഇതെന്റെ ഒറിജിനലാണ്. എന്താ മോന്റെ പേര് പറഞ്ഞത്? ശിവ. ഞാൻ ഔദ. അപ്പൊ ചേട്ടനല്ലേ ബംഗ്ലാവിലാവതാ? എന്തോ അങ്കിൾ എന്ത് ചെയ്യുന്നു? എനിക്ക് ഒരുപാട് ബിസിനസ്സുകളുണ്ട്. മെയിൻ ആയിട്ട് യൂസ്ഡ് കാറിന്റെ ബിസിനസ്സാ. അതെനിക്ക് തോന്നി. മൊത്തത്തിൽ യൂസ്ഡ് ആണല്ലോ. ഇവൻ മാത്തുക്കുട്ടി. കണ്ടിട്ട് എലിക്കുടിയെ പോലെ ഉണ്ടല്ലോ. ഇവനാണ് ഇവിടുത്തെ ഓളിനോൾ. ഓ, തോട്ടക്കാരൻ. എടി ത്രേസ്യേ, ഒന്നിങ്ങോട്ട് വന്നേ. മഞ്ഞ 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 ബൾബുകൾ ഇതാണല്ലേ പെണ്ണു? അയ്യോ, ഇത് പെണ്ണല്ല, പെണ്ണിന്റെ ചേച്ചിയാ. ചേച്ചിന് പെണ്ണാണല്ലോ. എന്തൊരു കളിയനെയാണ്. അതെ, ഇത്ര നേരം അവൾ അവളുടെ റൂമിലുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ചെന്ന് നോക്കിയപ്പോ കാണുന്നില്ല. ചേച്ചി ഇവരെ കണ്ടപ്പോ അടുക്കള ഇറങ്ങി ഓടിക്കാണും. അവൾ എവിടെ പോവാനാ? ഇവിടെ എവിടെയും കാണും. ഞാൻ നോക്കിയിട്ട് വരാം. അവളിപ്പോ വരും. നിങ്ങള് ഈ വീടും പരിസരമൊക്കെ ഒന്ന് കണ്ടിട്ട് വാ. കിടുക്കം വീടാണല്ലേടാ. പെണ്ണിനി വല്ലവന്റെയും കൂടെ ഒളിച്ചോടി പോയി കാണോ? നീ ഒന്നിന്റെ അടിക്കാതിരിക്കും. കീപ് കാം ആൻഡ് വെയിറ്റ് ഫോർ ദ ഗേൾ. ഇതായിരിക്കോ പെണ്ണ്? എവിടെ? അമ്പടി ജിഞ്ചിന്നാക്കടി. ഇവിടെ ഒന്ന് ബാലരം വായിക്കണോ? നിന്റെ അപ്പം നിന്ന ബിൽഡപ്പ് വെച്ച് ഇത് തന്നെയാണ് പെണ്ണ്. ആയിരിക്കും. ഇത് തന്നെയാണ് പെണ്ണ്. എടാ ശിവ, ഇവളാണ് പെണ്ണെങ്കിൽ രണ്ടാം കെട്ടല്ല, മൂന്നാം കെട്ടാണെങ്കിലും ഞാൻ കെട്ടും. എടാ ചാദിയ, നീ വാക്ക് മാറ്റണ. ഇതിയാ സമ്മതിക്കൂലട്ടാ. അയ്യടാ, നിന്റെ സമ്മതം ആർക്ക് വേണം? ഇതേ എന്റെ അപ്പൻ എനിക്ക് വേണ്ടി കണ്ടുപിടിച്ച പെണ്ണാ. പാവ അപ്പൻ, ഞാൻ വെറുതെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു. നീ നിന്റെ അപ്പനെക്കാട്ട് ഉടായിപ്പാണല്ലോടാ. ആടാ, ഞാനും എന്റെ അപ്പനും ഉടായിപ്പാ. നിനക്ക് പെണ്ണ് വേണമെങ്കിലേ നിന്റെ അപ്പനോട് കണ്ടുപിടിച്ചു തരാൻ പറ. അവൻ ഇറങ്ങിയേക്കുന്ന കെട്ടാൻ. ഹായ്.
ഇവളെ കെട്ടിയ ആദ്യം ഒരു പട്ടുപാവാട മേടിച്ചു കൊടുക്കണം. എന്നാലും നമ്മളിവിടെ നിപ്പിക്കണിട്ട് അവള് നമ്മളെ മൈൻഡ് ചെയ്ത് പോയോണ്ടാണ്. എനിക്ക് വലിയ പ്രതീക്ഷയില്ലട്ടാ നിനക്ക് അവള് വീഴുമെന്ന്. എന്താ നിന്റെ ഈ ഓഞ്ഞലൊക്കെ അവളുടെ തള്ളപോലും വീഴില്ല. വീണില്ലെങ്കിലേ ഞാൻ വീഴ്ത്തും, നീ കണ്ടോടാ.